അത് പൊന്നയില്ല ചോറ്. അപ്പം നല്ല ചോറിന് കൂട്ടാൻ പറ്റിയൊരു കറിയാണ് ഇന്ന് നമ്മളുമ്മ കാണിച്ചു തരുന്നത്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എന്തുമ്മ കറി വെക്കുന്നേ? അസ്സലാമു അലൈക്കും. അത് ഞാൻ കറി വെക്കുന്ന ഇന്ന് പാലക്കും മുരിങ്ങൻ്റെ ഇലയും വെക്കുന്ന. ഇതിന് ഒരു 2 സ്പൂണ് ഇതിട്ട് ചെറുപയർ വേള, 1 കഷ്ണം തക്കാളി, 4 കഷ്ണമാക്കി 1 കഷ്ണമാണ്, 1 വെളുത്തുള്ളി ആയി, ഉള്ളിയില്ലേ, 1 നീരുള്ളി, ചെറിയ കുഞ്ഞുള്ളി, പിന്നെ വെളുത്തുള്ളി, 1 വെളുത്തുള്ളി, 1 കുഞ്ഞുള്ളി, അത്ര തന്നെ. ഉപ്പിട്ടിട്ട് വേവിച്ചതാ? ഉപ്പിട്ടിട്ടാ, ഉപ്പിടണം അത്ര. മഞ്ഞപ്പൊടി, 1 നുള്ളു മഞ്ഞപ്പൊടി, എന്തുള്ളില്ല, ചെറുപയർ തന്നെ. 1/4 സ്പൂൺ നല്ല ടേസ്റ്റ് ഉണ്ട്. മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ട് പാലക്കിൻ്റെ ചെറുപയറിൽ മുരിങ്ങൻ്റെ ഇല തന്നെ ഇട്ടിട്ട് കൂട്ടണം, എല്ലാം വേണ്ടതാ. അത് മുളക് പൊടി അത് നമുക്കിത് പൊട്ടിട്ടാ, ഉപ്പിടണം അത്ര പാകത്തിന്. നല്ല എന്തോ ഒരു പാങ്ങുണ്ട് അത് വെച്ചിട്ടാകുമ്പോൾ. അങ്ങനെ നിങ്ങൾക്ക് അയക്കെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചോ. ഉപ്പ് കുറേ ആയിപ്പോണ്, പാകത്തിലുള്ള ഉപ്പ്. തീ കുറച്ച് കൂട്ടിക്കണം. ഇതാ ഒരു കെട്ട് ഇടുന്ന, 1 കെട്ട് ആയി. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മുരിങ്ങൻ്റെ മുന്നേ ഇട്ടുകൂടാ. മുരിങ്ങൻ്റെ മുന്നേ ഇട്ടെങ്കിൽ കയ്പ എന്നാണ്. തീ കൂട്ടിയാ കൂട്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങ് ആരെങ്കിലും വെച്ചിട്ട് നോക്ക്. എല്ലാവരും മുരിങ്ങൻ്റെ ഇലയിൽ മുട്ട ഇട്ടിട്ട് വെക്കുന്നതെല്ലാം വെക്കുന്നത്. ഞാൻ അങ്ങനെ വെച്ചിട്ടാ, ഞാൻ പണ്ടത്തെ വെക്കല്. ഇതിപ്പോ ഇതിട്ടത് പാലക്കിട്ട് ഇതിലേക്ക് നമുക്ക് എല്ലാ ഇലകളും നല്ലതല്ലേ. ചട്ടി നോക്കണ്ട, ഇത് ഫുള്ള് നേരത്തെ ഇതായത്. ഇത് മുരിങ്ങൻ്റെ ഇല ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടേ. ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മുരിങ്ങൻ്റെ ഇല കൊടുക്കുന്നത് ഇഷ്ടം. നല്ല പാട് നാട്ടിൽ നിന്ന്. അപ്പൊ കമന്റ് ഉണ്ടാവും, എന്തോ ഇവിടെ മുരിങ്ങൻ്റെ ഇല എല്ലായിടത്തും ഉണ്ടല്ലോ. അത് ഈടെ ഉണ്ടല്ലോ, ചില പൊന്നുണ്ടായില്ലോ സൂപ്പർ മാർക്കറ്റിൽ. ഇപ്പൊ അവിടെ ഇല്ല. അത് പണ്ടുണ്ടായി. അത് മാത്രം ഇത്ര നല്ല ഇല്ല. നമ്മളതുപോലെ വലിയ ചപ്പല, വലിഞ്ഞ ചപ്പല, അതത്ര പാങ്ങില്ല മക്കളെ. അങ്ങനെയാണ് പറയുന്നത്. പിന്നെ എന്തേലും ഇതാ അതിൽ കൂട്ടുന്ന അത് ആയി. ഇപ്പൊ ആയി കഴിഞ്ഞ ദിവസം അത് 1 തള നിറച്ചിട്ടാകുമ്പോ ആയത്. അതിൻ്റെ ഇത് തീർന്നു. 1 തളയാണ്. 2 സ്പൂണ് കോക്കനട്ട് പൗഡർ. ഇതാ നമ്മളെടുത്ത തേങ്ങ പൗഡർ 2 സ്പൂണ്. അപ്പോൾ അത് പാങ്ങുണ്ടാവും. പിന്നെ തേങ്ങപ്പാൽ എടുത്തുവിട്ടണം. അത് പാൽ, ഒരു 4 സ്പൂണ് പാൽ നല്ല കുട്ടിയിട്ട് കലക്കിയിട്ട് ഇതെങ്ങനെ കലക്കിയിട്ട് ലാസ്റ്റായിട്ട് ഇത് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് കൂട്ടുമ്പോൾ ഉള്ളി എണ്ണയൊന്നും കായ്ക്കണമൊന്നുമില്ല അതിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിച്ചപ്പലിയും 1 വറ്റൽ മുളകും അതിൽ പൊട്ടിച്ചിട്ട് ഇട്ടോ വേണമെന്നാണ്. നമുക്കത് ഇഷ്ടമല്ല. അല്ല നമുക്കിഷ്ടമല്ല, നല്ല ഇവിടെ പറ്റാത്തോണ്ട്. പാല് കൂട്ടും. പാല് ഇത് കൂട്ടിയിട്ട് 1 തള വരുമ്പം ബന്ധാക്കിയാൽ മതി. കുറേ തിളക്കണ്ട. ഇത് വണക്കും. എണ്ണ വേണം വരും. ഇതിലെ കോക്കനട്ട് പോട്ടല്ലേ, തേങ്ങാപ്പാലിൽ തൈരും കൂട്ടിയിട്ട് ഇതാക്കിയെങ്കിൽ അതും നല്ലത്. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം.